ഞാനിപ്പോൾ ഡിഫറൻറ്റ് ആർട്സ് സെൻറ്ററിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഡിഫറൻറ്റ് ആർട്സ് സെൻറ്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്ലോബൽ മോഡൽ എന്ന് നമുക്ക് പറയാം. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ പുനരധിവാസം, അവരുടെ അപ്ലിഫ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ അവരുടെ എംപ്ലോയ്മെൻറ്റ്, എംപവർമെൻറ്റ് ഇതെല്ലാം ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഡിഫറൻറ്റ് ആർട്സ് സെൻറ്റർ. അതിനോട് ചേർന്നുള്ള മാജിക് പ്ലാനറ്റ് ഉണ്ട്. ഇവിടെ വരുന്ന കാണികളാണ് ഈ കുട്ടികൾക്കുള്ള ഓഡിയൻസ് ആയിട്ട് മാറുന്നത്. കലാ പ്രദർശനങ്ങളിലൂടെ അല്ലെങ്കിൽ കലാ പരിശീലനങ്ങളിലൂടെ ആ കുട്ടികളെ അപ്ലിഫ്റ്റ് ചെയ്യുക, അവർക്ക് ഒരു സ്വന്തമായിട്ടൊരു നിലനിൽപ്പുണ്ടാക്കുക എന്നുള്ളതാണ് ഈ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇപ്പോൾ 200ഓളം കുട്ടികൾ ഇവിടെയുണ്ട്. ആ കുട്ടികളുടെ സ്റ്റൈപ്പൻഡ്, ആ കുട്ടികളുടെ ഭക്ഷണം, ആ കുട്ടികളുടെ പാരൻസിന്, അതുപോലെ തന്നെ കരിസ്മ എന്ന് പറയുന്നൊരു യൂണിറ്റ്, അവരുടെ ഭക്ഷണം, ഇതെല്ലാം ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഡിഫറൻറ്റ് ആർട്സ് സെൻറ്റർ. ഇപ്പോൾ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ഒരു ചിരകാല സ്വപ്നം എന്ന് പറയുന്നത് കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിത മേഖലയിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് എന്ന് പറയുന്ന ഒരു വലിയ ഒരു ലോകമാണ് ഇപ്പോൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. 1000 കുട്ടികൾക്ക് ആശ്രയം കൊടുക്കാവുന്ന ഒരു വലിയ ലോകം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരിടം. യാത്രകൾ തുടരുകയാണ്.